നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാനവ വിഭവത്തെ പറ്റിയാണ്. എന്താണ് വിഭവം? വിഭവം എന്ന വാക്ക് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രകൃതി വിഭവങ്ങൾ. കൽക്കരി ഒരു പ്രകൃതി വിഭവമാണ്. പെട്രോളിയം ഒരു പ്രകൃതി വിഭവമാണ്. ഇരുമ്പിൻ്റെ അയിര്, അലൂമിനിയത്തിൻ്റെ അയിര് ഇതെല്ലാം പ്രകൃതി വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതും നമുക്ക് ഉപകാരമുള്ളതുമായിട്ടുള്ള ഒരു വസ്തുവാണ് കൽക്കരി. അതുകൊണ്ട് അതിനൊരു പ്രകൃതി വിഭവമായിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ തന്നെ പെട്രോളിയം എന്ന് പറയുന്ന വസ്തു ഇതേപോലെ തന്നെയാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, നമുക്ക് ഉപകാരമുള്ളൊരു വസ്തുവാണ്. അതുകൊണ്ട് അതിനെയും പ്രകൃതി വിഭവമായിട്ട് കണക്കാക്കാം. അപ്പോൾ എന്താണ് മാനവ വിഭവം? മാനവ വിഭവം അഥവാ മനുഷ്യ വിഭവം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാനവ വിഭവം എന്ന് പറഞ്ഞാൽ ഉൽപാദന മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വ്യക്തികളെയാണ് മാനവ വിഭവമെന്ന് പറയപ്പെടുന്നത്. ഉൽപാദന മേഖലയായിട്ടുള്ള കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, സേവന മേഖലയിൽ ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വ്യക്തികളുണ്ടായിരിക്കും. അത്തരം വ്യക്തികളെയാണ് മാനവ വിഭവമായിട്ട് പരിഗണിക്കുന്നത്. എല്ലാ വ്യക്തികളെയും നമുക്ക് കാർഷിക മേഖലയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ വ്യക്തികളെയും നമുക്ക് വ്യാവസായിക മേഖലയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ എല്ലാ വ്യക്തികളെയും നമുക്ക് സേവന മേഖലയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഓരോ മേഖലയിലും ഉപയോഗപ്പെടുത്തണമെങ്കിൽ ചില ക്വാളിറ്റികളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. അത്തരം ക്വാളിറ്റികളുള്ള വ്യക്തികളെ മാത്രമേ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ, സേവന മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വ്യക്തികളെയാണ് മാനവ വിഭവം എന്ന് പറയപ്പെടുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, പരിശീലനം ഇതൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തികളെ മാത്രമേ നമുക്ക് ഉൽപ്പാദന മേഖലയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെയാണ് മാനവ വിഭവം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആരും തന്നെ ജനിക്കുമ്പോൾ തന്നെ മാനവ വിഭവമായിട്ട് ജനിച്ചു വീഴുന്നില്ല. വളർന്നു വരുന്ന സമയത്ത് അവരെ മാനവ വിഭവമായിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യപ്പെടുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, പരിശീലനം എന്നിവ നൽകിക്കൊണ്ട് നമ്മളൊരു വ്യക്തിയുടെ ശാരീരികമായ മാനസികമായിട്ടുള്ള കഴിവുകളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ആ പ്രക്രിയയെ നമ്മൾ മാനവ വിഭവശേഷി വികസനം എന്ന് പറയും. മാനവ വിഭവത്തെ വികസിപ്പിച്ചെടുക്കുകയാണ് മാനവ വിഭവശേഷി വികസനം എന്നാണ് ഇതിനെ പറയുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, പരിശീലനം എന്നിവ നൽകിക്കൊണ്ട് ഒരു വ്യക്തിയുടെ ശാരീരികമായ മാനസികമായ കഴിവുകളെ വളർത്തിയെടുക്കുന്ന പ്രക്രിയയാണ് മാനവ വിഭവശേഷി വികസനം. ഒരു രാജ്യത്തെ ഗവൺമെൻറ് അവിടുത്തെ പൗരന്മാരെ വിഭവങ്ങളാക്കി മാറ്റിയെടുക്കാനായിട്ട് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് മാറ്റിവെക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി, ജനങ്ങളെ ആരോഗ്യം നിലനിർത്താനും ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടി, അതേപോലെ ജനങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ജനങ്ങളെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിശീലനമൊക്കെ നൽകിക്കൊണ്ട് വിഭവങ്ങളാക്കി മാറ്റിയെടുക്കാൻ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ വിഭവങ്ങളാക്കി മാറ്റുന്നത് കൊണ്ട് രാജ്യത്തിനുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, ജനങ്ങളെ എല്ലാം വിഭവങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ രാജ്യത്ത് സാമ്പത്തിക അന്തരം കുറയ്ക്കാനായിട്ട് സാധിക്കും. രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള അസമത്വം, പാവപ്പെട്ടവരും പണക്കാരും എന്ന് പറയുന്ന സാമ്പത്തിക അസമത്വം കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ നേട്ടമാണ് പ്രകൃതി വിഭവങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനായി സാധിക്കുന്നു. ജനങ്ങളെ വിഭവങ്ങളാക്കി മാറ്റുന്നതിലൂടെ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളെയെല്ലാം കാര്യക്ഷമതയോട് കൂടിയിട്ട് ഫലപ്രദമായി പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ജനങ്ങൾക്ക് വിദ്യാഭ്യാസമോ ആരോഗ്യമോ പരിശീലനമോ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ പാഴായി പോവാണ് ചെയ്യപ്പെടുക. ജനങ്ങളെ വിഭവങ്ങളാക്കി മാറ്റുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കാനും അവ ഉപയോഗിക്കാനും സാധ്യമാകും. ജനങ്ങളെല്ലാം കഴിവുള്ളവരായിട്ട് മാറിയാൽ, പരിശീലനം ലഭിച്ച വ്യക്തികളായിട്ട് മാറിയാൽ പുതിയ പുതിയ സാങ്കേതികവിദ്യകൾ നമ്മുടെ രാജ്യത്ത് കണ്ടെത്താനും മറ്റുള്ളവർ കണ്ടെത്തിയ സാങ്കേതികവിദ്യ വളരെ പെട്ടെന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താനും ഉള്ള കഴിവ് വർദ്ധിക്കും. മറ്റൊന്നായിട്ട് പറയുന്നത് സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താൻ. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികമായിട്ടുള്ള ക്ഷേമം ഉറപ്പുവരുത്താനായിട്ട് ഇതിലൂടെ സാധിക്കും. എല്ലാ വ്യക്തികളെയും വിദ്യാഭ്യാസമുള്ള, പരിശീലനം ലഭിച്ച, ആരോഗ്യമുള്ള വ്യക്തികളാക്കി മാറ്റുന്നതിലൂടെ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പുവരുത്താനായി സാധിക്കും. മറ്റൊന്നാണ് സംരംഭകത്വ കഴിവ് മെച്ചപ്പെടുത്താൻ. പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനൊക്കെയുള്ള ശേഷി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ, പരിശീലനം നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളും പുതിയ പുതിയ സംരംഭങ്ങളും തുടങ്ങാനുള്ള ഒരു ശേഷി, അതിനെ വളർത്തിയെടുക്കാനുള്ള കഴിവ് ജനങ്ങൾക്ക് വർദ്ധിച്ചു വരും.
മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കും. ജനങ്ങളെ വിഭവങ്ങളാക്കി മാറ്റുന്നതിലൂടെ അവരുടെ കഴിവ് മെച്ചപ്പെടുകയും അവർക്ക് കൂടുതൽ നന്നായി ജോലി ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. ഇതാണ് ഉൽപ്പാദനക്ഷമത വർദ്ധിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെച്ചപ്പെട്ട മാനവ വിഭവം ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടുള്ള നേട്ടമെന്ത്, അല്ലെങ്കിൽ മാനവ വിഭവശേഷി വികസനം നടപ്പിലാക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റിനുള്ള, രാജ്യത്തിനുള്ള പ്രയോജനങ്ങൾ, നേട്ടങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതി വെക്കേണ്ടത്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.